പെണ്ണെ നീ നീയാവുക, പെണ്ണെ നീ നീയാവുക, പെണ്ണെ നീ ആയിരിക്കെ തീയാവുക. പെണ്ണായിട്ട് തന്നെ നീ ആയിരിക്കെ തീയാവാൻ പറ്റുന്ന പെണ്ണിനെ മുന്നോട്ട് നടന്നു വരാൻ പറ്റുള്ളൂ. ഈ സ്ലോഗൻ വൺ ഓഫ് ദ റൈറ്റർ എഴുതിയതാണ്. അത് എഴുതാൻ കാരണം അയാളുടെ അമ്മയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മുന്നേ പോയ സ്ത്രീകൾ ആണ്. അവരുടെ പെണ്ണെപ്പോഴും വെള്ളം പോലെയാന്ന് പറയും. പെണ്ണ് വെള്ളം പോലെ, ആ വെള്ളം എവിടെ കൊണ്ടുവച്ചോ അതിൻ്റെ ഷേപ്പ് അതിൻ്റെ ഇതിലേക്കാന്ന് പറയും. അല്ല, പെണ്ണൊരുമ്പെട്ടാൽ എന്നും പറഞ്ഞിട്ട് കെട്ടിയിട്ടത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? പെണ്ണൊരുമ്പെട്ടാൽ പലതും നടക്കുന്നുള്ളത് കൊണ്ടാണ്. സോ പെണ്ണ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ നമുക്കൊരു അധികാരവും പദവിയും ഉണ്ട്. അത് തിരിച്ചറിഞ്ഞ് നീയായിട്ട് ഇരുന്നു കൊണ്ട് തീയാവാനാ പറയുന്നത്. എനിക്ക് ഈ കൊല്ലം 20 വയസ്സാവും. അപ്പോൾ മാഡം പറഞ്ഞല്ലോ, എന്താ പറയുക, നമ്മൾ എംപവർ ആവണം, നമ്മൾ ഈ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊക്കെ. അപ്പം നമ്മളൊക്കെ ഈ ലോകത്തൊരു ധൃതി പിടിച്ചൊരു ലോകത്താണ് ജീവിക്കുന്നത്. എത്രയും പെട്ടെന്ന് സക്സസ് ആയിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പം എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 26 വയസ്സ് വരെയാണ് എനിക്ക് സമയം തന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 26 കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം, അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ടെൻഷനാണ്, കാരണം 26 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷനാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ, ഞാൻ നാളെ എന്ത് ചെയ്യണം, അടുത്ത മൂമെൻറ്റിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ടെൻഷനാണ് എനിക്ക്. കാരണം എനിക്ക് 26 ആവുമ്പോൾ ലൈഫ് എന്തെങ്കിലും ആക്കണം, അങ്ങനെ ഒരു ടെൻഷനാണ്. എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന ഒരുവിധ എല്ലാ സ്ത്രീകളും എംപവർ ആവണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് വിചാരിക്കുന്ന ഓരോ പെൺകുട്ടിയിലും ഉണ്ടാവുന്ന ഒരു ടെൻഷനാണ് അത്. 26 അല്ലെങ്കിൽ ആ 28, അതിനപ്പുറം പോകാൻ സമ്മതിക്കാത്ത ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു അത്രയും ടെൻഷൻ ആവുന്ന ഒരു സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത് മാഡത്തിന്? ആരോടാ ക്വസ്റ്റ്യൻ? ആർക്ക് വേണമെങ്കിൽ ഞങ്ങളൊക്കെ ഈ പ്രശ്നം ഇല്ലാതെ ഇവിടെ വന്നതെന്നാണോ വിചാരിച്ചേ? വി ഓൾ ഹാഡ് ദ സെയിം പ്രോബ്ലം. അപ്പോൾ എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് എവിടേക്കോ ബാലൻസ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും, ആൻഡ് ഈ 6 ഇയർ എന്ന് പറഞ്ഞാൽ ചെറിയ സമയം തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? പക്ഷേ ഈ ഒരു 6 ഇയറിൻ്റെ ഒരു ടൈം ലൈൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രഷർ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? നമ്മൾ എന്താ പറയുന്നത്? നിങ്ങൾ 26 വയസ്സിനുള്ളിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവണം എന്നല്ല. സക്സസിൻ്റെ ഡെഫിനിഷൻ ഓരോരുത്തർക്കും ഡിഫറെൻറ്റാണ് അല്ലേ? നമുക്കൊരു ചെറിയ ഏർണിംഗ് എങ്കിലും ഉണ്ടായിരിക്കുക, നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഈ ലോകത്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ എക്യുപ്ഡ് ആവുക. നിങ്ങൾ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, എക്കണോമിക്കലി, സോഷ്യലി ഒക്കെ നമ്മൾ എക്യുപ്ഡ് ആയിരിക്കുക എന്ന് പറയുന്ന സ്റ്റേറ്റാണ്. നിങ്ങളുടെ 30ാമത്തെ വയസ്സിൽ എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ 30 വയസ്സിലേ എത്തുള്ളൂ. അതിന് നിങ്ങൾ 22-ലും 23-ലും സ്ട്രഗിൾ ചെയ്തിട്ട് കാര്യമില്ല. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ദ നെക്സ്റ്റ് ബെസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് അത് മാത്രമായിരിക്കും നമുക്ക് കാണുക. 26 വയസ്സിൽ നമ്മൾ എവിടെയാണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഇപ്പോഴേ ക്ലാരിറ്റി ഉണ്ടായിന്ന് വരില്ല. ദ നെക്സ്റ്റ് ബെസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ട് എപ്പോഴും മുന്നോട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ ട്രൈ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ റെഡി ആവുമെന്ന് തോന്നുന്നത് അതുവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനുള്ള ഒരു വോയിസ് ഉണ്ടല്ലോ. അതിപ്പോൾ പേരൻസ് ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുപാടുകളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ. ആൻഡ് യു ആർ ലക്കി ആക്ച്വലി. സൊസൈറ്റി കുറേ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ സമയത്ത് കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിരുന്നു ഈ പ്രഷർ. നിങ്ങളുടെ കാലത്ത് കുറച്ചും കൂടെ 30 വയസ്സിലൊക്കെ പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്, കല്യാണം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കല്യാണം എനിക്ക് ഇന്ന് സ്റ്റേബിളായിട്ട് മതി എന്ന് പറയുന്ന പെൺകുട്ടികളുള്ളൊരു സമയമാണ്. ആൻഡ് ഓൾസോ എനിക്ക് എതിരഭിപ്രായം, കല്യാണം ചൂസ് ചെയ്യുന്ന ഒരു കല്യാണം ചൂസ് ചെയ്യണം. തീർച്ചയായും ആ ഓപ്പർച്യൂണിറ്റീനെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് അതിനെ മാറ്റിക്കൊണ്ടുവരണം. കല്യാണം കഴിഞ്ഞതുകൊണ്ട് നത്തിങ്, ഒന്നും സ്റ്റോപ്പ് ആവുന്നില്ല. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് കിട്ടുകയാണ്. നിങ്ങൾക്ക് റോ മെറ്റീരിയൽ കിട്ടുകയാണ്, നിങ്ങൾക്ക് സ്വർണം കിട്ടുകയാണ്. നിങ്ങൾക്ക് സ്വർണം കിട്ടുന്നവരുണ്ടാവാം, ഉണ്ടാവാതിരിക്കുക. അതൊക്കെ എടുത്തുകൊണ്ടായി നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ജീവിക്കും മക്കളെ. ഫിനാൻഷ്യലി നമ്മളെ പേരൻസ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അഡ്രസ്സ് ചെയ്യാൻ പേരൻസിന് പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, നെക്സ്റ്റ് റോ മെറ്റീരിയലായിട്ട് എന്ത് കിട്ടുന്നോ അതിൽ വെച്ചിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. 26 വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ച് പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് കിടക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പം കിട്ടുന്ന റോ മെറ്റീരിയൽ അന്ന് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്.